ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സുന്ദരകാണ്ഡം. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളതി സാദരം കാകുസ്ഥലീലകൾ കേട്ടാൽ മതിവറ. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരിസുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുന്നരുളിച്ചിടു. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതേ. മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോടമിത ബല സഹിതമുര ചെയ്തിരു കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിതാശരേശാലയേ. അജതനയതനയ ശരസമമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനോടു വിരവിലറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ. ജനിമരണ ജലനിധിയ വിരവൊടു കടക്കുമജ്ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ. കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾക്കീശപ്രവരരെ ഖേദിയായേതുമേ. ഇതി പവനതനയനുര ചെയ്തുവാലും നിജ മേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാഘ്രിയായൂർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. പതകപതിരിവ പവനസുതനഥ വിഹായ സാ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ. അമരസമുദയമനില തനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ. സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ. ഗഗനപഥി പവനസുത ജപഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തത്സന്നിധൗ മേവിനാൾ. കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാനെന്നെ കപീവര. ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ. വിധിവിഹിതമശനമിഹ നൂനമദ്യ ത്വയ വീര. വിശപ്പെനിക്കേറ്റമുണ്ടോർക്കനീ.
മമ വദന കുഹരമതിൽ വിരവിനൊടു പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായികടോ സരസമിതിരഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ട നീലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗദധിപനമര ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു അവള നിശിചരപുരിയിൽ വിരവിനൊടു ചെന്നു കണ്ടദ്യവാശോവ വരുന്നതുമുണ്ടു ഞാൻ ജനകനരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന കുഹരമതിലപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു പൊക്കിടുവൻ അനൃതമകതളിരിലൊരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ തദനു കപികുലവരനോടവളു മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ മനസി തവ സുദൃഢമിതി യതി സഭതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലുമൊരു യോജനായാമമായാശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതര വദന വിവരമുടനാകുലമദ്ഭുതമായഞ്ചു യോജനാ വിസ്തൃതം പവനതനയനുമതിനു ഛടിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജ മനസി ഗുരു കുതുകമൊടു സുരസയും തഥാ നിന്നാളിരുപതു യോജന വായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ അലമലമിതയമമലനരുതു ജയമാർക്കുമെന്നൻപതു യോജന വാപിളർന്നിടിനാൾ അതു പൊഴുതു പവനസുതനതി കൃശശരീരനായങ്കുഷ്ഠതുല്യനായുൾപ്പുക്കരുളിനാൻ തദനു ലഘുതരമവനു മുരുതരതപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിഹ ചരണ സരസിജയുഗളമേവ തേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവക പരിവൃഢ വചന നിശമനദ ശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേന പോച്ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയൊടഖിലമറിയിക്ക തൽകോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവ ബലവിവേക വേഗാദികളാദിതേയന്മാരയച്ചു വന്നേനഹം നിജചരിതമഖിലമവളവനോടറിയിച്ചു പോയി നിർജര ലോകം ഗമിച്ചാൾ സുരസയും പവനസുതനഥ ഗഗനപഥി ഗരുഡ തുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമചലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനേ സഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ ഇടയിലൊരു പതനമവനില്ലതൽ കാരണാലിച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിടണം മണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരിതനയനഹമറിക കപിവീരനീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ
സലിലനിധി സരഭസമയയ്ക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തു പോയിക്കൊള്ളുകടോ. അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായാശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതുന്നുമേ. വിഗത ഭയമിനി വിരവുടിന്നു ഞാൻ പോകുന്നു, ബന്ധുസത്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനുമനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തദനു ജലനിധിയിലതിഗഭീരദേശാലയേ സന്തതം വാണെഴും ഛായാഗ്രഹീണിയും. സരിതധിപനുപരി പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടള വംഘ്രിപാദേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും. ദശവദന നഗരമതിവിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുലഫലകുസുമദലയുത വിടപി സങ്കുലം വല്ലീകുലാവൃതം പക്ഷീമൃഗാന്വിതം. മണികനകമയമരപുരസദൃശമംബുധി മധ്യേ ത്രികൂടാചലോപരി മാരുതേ. കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ. പരവശതയൊടു ഝടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരീപുരം ഗമിച്ചിടിനാൻ. ഇതുവരെ വന്ന കാണ്ഡങ്ങൾക്കൊക്കെ ആ പേര് വളരെ യോജിക്കുന്നതായിരുന്നു. ആ കാണ്ഡത്തിലെ ഉള്ളടക്കം എന്താണോ അത് തന്നെയായിരുന്നു ആ കാണ്ഡത്തിൻ്റെ പേര്. എന്നാൽ സുന്ദരകാന്ഡം പൊതുവെ വ്യത്യസ്തമാണ്. എന്താണ് ആ വ്യത്യസ്തതയ്ക്ക് കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സുന്ദരകാന്ഡം എന്ന് പേര് വന്നത് എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. അതിലൊന്ന് സുന്ദരതി ഇതി സുന്ദരഃ. സും എന്നാൽ ദുഃഖത്തെ, ദുഃഖത്തെ ദരതി പിളർക്കുന്നവൻ സുന്ദരൻ. അങ്ങനെയുള്ള ഹനുമാൻ ശ്രീരാമചന്ദ്രൻ്റെ ഈ മായയിലുള്ള ദുഃഖത്തെ ഇല്ലാതാക്കാൻ ശ്രീരാമചന്ദ്രന് ഒരാശ്വാസം നൽകുന്ന വാക്കുകളെ കൊടുത്തവനാണ് ഹനുമാൻ. ഈ ഒരു അധ്യായത്തിൽ അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടിത് സുന്ദരകാന്ഡം. ഇനി മറ്റൊരർത്ഥം പറയുന്നത് സുന്ദരൻ എന്നാൽ തന്നെ ദൂതൻ എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ ശ്രീരാമചന്ദ്രന് വേണ്ടി ദൂതുപോയ ആ ഒരു കാണ്ഡം സുന്ദരകാന്ഡം. എല്ലാത്തിനും അപ്പുറം മറ്റ് എല്ലാ കാണ്ഡങ്ങളെ അപേക്ഷിച്ച്
സുന്ദരമായ വാക്കുകൾ കൊണ്ടും ഭാവനാ സമ്പുഷ്ടി കൊണ്ടും സുന്ദരമായ കാണ്ഡം. അങ്ങനെയും സുന്ദരകാന്ഡം എന്ന് പേര് വന്നു എന്നാണ് പല വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. എല്ലാ കാണ്ഡത്തിൻ്റെയും തുടക്കത്തിൽ എന്ന പോലെ ഇവിടെയും കിളിമകളെ വിളിക്കുകയാണ്. സകല ശുകകുല വിമല തിലകിത കളേബരെ. സകല ശുകകുലത്തിനും തത്തകളുടെ കുലത്തിന് തന്നെ വിമല തിലകം, പരിശുദ്ധമായ തിലകക്കുറിയായിട്ടുള്ള കളേബരെ, ശരീരത്തോടു കൂടിയവളെ, സാരസ്യ പീയൂഷ സാര സർവസ്വമേ, ചെവിക്ക് ആനന്ദം പകരുന്ന അമൃത സാരത്തെ വർഷിക്കുന്നവളെ, കഥയ മമ കഥകളതിസാദരം. കഥയ, എന്നോട് കഥ പറയൂ, എനിക്ക് പറഞ്ഞു തരൂ. സാദരം, വളരെ ബഹുമാനത്തോടുകൂടെ ശ്രീരാമചന്ദ്രന്റെ കഥകളെ പറഞ്ഞു തരൂ. കാകുസ്ഥ ലീലകൾ കേട്ടാൽ മതിവരാ. ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലും മതിയാവുകയില്ല. കിളിമകളോട് അതിസരസം ഇതി, കിളിമകളോട് ഇതുപോലെ വളരെ സരസമായിട്ട് രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ, രഘുകുലാധിപന്റെ കീർത്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആ കഥകൾ ചോദിച്ചനന്തരം, അങ്ങനെ ചോദിച്ചപ്പോൾ കളമൊഴിയും അഴകിനോട്, കളകളം മൊഴിയുന്ന ആ തത്ത അഴകോടുകൂടെ തൊഴുതു ചൊല്ലിയിടിനാൾ. കാരുണ്യമൂർത്തിയെ ചിന്തിച്ച് മാനസേ, ശ്രീരാമചന്ദ്രനെ തന്നെ ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു. ഹിമശിഖരി സുതയൊടു, ഇത് പാർവതി പരമേശ്വരന്മാർ തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് പറയുന്നു. ഹിമശിഖരി സുതയോട് ചിരിച്ച് ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അങ്ങനെ പരമേശ്വരൻ വീണ്ടും കഥ തുടരുകയാണ്. സമുദ്രലംഘനം. ലവണ ജലനിധി, സമുദ്രം ശതകയോജനാ വിസ്തൃതം, 100 യോജന വിസ്തൃതമാണ്. അത് ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം. മനുജ പരിവൃഢൻ, മാനുഷരിൽ വച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ ഭഗവാന്റെ ചരണ നളിനയുഗളം, താമര പോലെയുള്ള ആ കാൽപാദങ്ങൾ മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോട് അമിത ബലസഹിതം, തൻ്റെ കൂടെയുള്ള ആ കപിശ്രേഷ്ഠന്മാരോട് തൻ്റെ ആ അമിത ബലത്തെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ശരീരത്തെ അങ്ങ് വിസ്താരമാക്കിയിട്ട് ഇപ്രകാരം ഉര ചെയ്തിതു, പറഞ്ഞു. കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിൽ എല്ലാവരും കാണുക. മമ ജനക സദൃശൻ അഹം, എൻ്റെ അച്ഛന് തുല്യനായിട്ടുള്ള വായുവേഗം ഉള്ളവനാണ് ഞാൻ. അതിചപലം അംബരേ, ആകാശത്തിൽ ഞാനൊരു തൂവല് പോലെ ചപലനായിരിക്കും. മാനേന പോകുന്നു, ഇത് ആശരേശാലയെ രാക്ഷസന്മാരുടെ ആ കൊട്ടാരത്തിലേക്ക്, അവരുടെ നഗരത്തിലേക്ക് ഞാനിതാ പോകുന്നു. തനയ ശരസമം, അജതനയൻ, അജൻ എന്ന രാജാവിന്റെ മകനായിരുന്നു ദശരഥൻ. അതാണ് തനയൻ, ദശരഥന്റെ മകനായ ശ്രീരാമചന്ദ്രന്റെ ശരസമം, ശരത്തിന് തുല്യമായ വേഗത്തോടുകൂടെ അധിക സാഹസാൽ അദ്യയേവ, ഞാനിതാ ഇന്ന് തന്നെ പശ്യാമി രാമപത്നീം അഹം രാമപത്നീം അദ്യയേവ പശ്യാമി, ഞാൻ രാമപത്നിയെ ഇന്ന് തന്നെ കാണുന്നുണ്ട്. അഖില ജഗത് അധിപനോട്, ഈ അഖില ജഗത്തിൻ്റെയും അധിപനായ ഭഗവാനോട് വിരവിൽ അറിയിപ്പൻ, എന്നിട്ട് വേഗം വന്ന് ഞാൻ അറിയിക്കും. അദ്യ കൃതാർത്ഥനായേൻ, ഭഗവാനാൽ ഏൽപ്പിച്ച കാര്യം കൃതകൃത്യതയോടെ ചെയ്തിട്ട് ഞാൻ വന്ന് ഭഗവാനെ വിവരമറിയിക്കും. കൃതാർത്ഥോസ്മ്യഹം, ഞാൻ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കും. പ്രണതജന ബഹുജനന മരണഹര നാമകം, പ്രണതജനം, തന്നെ പ്രാപിക്കുന്ന, ശരണം പ്രാപിക്കുന്ന ജനങ്ങളുടെ ബഹുജനന മരണം, പല കാലങ്ങളിലായിട്ടുള്ള അവരുടെ ജന്മ മരണത്തെ ഹരിക്കുന്നത് ഏതൊരു നാമധാരിയാണോ, അതായത് രാമമന്ത്രം
അത് നിത്യവും ഉച്ചരിച്ചാൽ എത്രയോ ജന്മങ്ങളിലുള്ള നമ്മുടെ പാപവാസനകളും എല്ലാ വാസനകളും എരിഞ്ഞില്ലാതാകുന്നു. അങ്ങനെ ഈ ജനന മരണ ചക്രത്തെ ഇല്ലാതാക്കാം. അങ്ങനെയുള്ള നാമത്തോടുകൂടിയ ആ ഭഗവാന്റെ നാമം പ്രാണപ്രയാണകാലെ നിരൂപിപ്പവൻ. പ്രാണൻ പോകുന്ന സമയം ആരാണോ മനസ്സിൽ ചിന്തിക്കുന്നത്, അങ്ങനെയുള്ളവൻ ജനിമരണ ജലനിധിയെ, ജനന മരണങ്ങളാകുന്ന ഈ സംസാര സമുദ്രത്തെ തന്നെ വിരവൊടു കടക്കും അജന്മന, ആ ജന്മത്തിൽ തന്നെ അങ്ങനെ കടക്കാൻ സാധിക്കും. കിം പുനഃ തസ്യ ദൂതോസ്മി അഹം, എങ്കിൽ പിന്നെ അഹം, ഈ ഞാൻ അദ്ദേഹത്തിന്റെ ദൂതനാണ്. അങ്ങനെയുള്ള ആ നാമധാരിയുടെ ദൂതനായ ഈ എനിക്ക്, തസ്യ ദൂതഃ, അവന്റെ ദൂതനായിട്ടുള്ള ഈ എനിക്ക്, കിം പുനഃ, പിന്നെ എന്ത് തടസ്സമാണ് ഈ സമുദ്രം കടക്കാൻ എന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഇവിടെ ഹനുമാൻ ചോദിക്കുന്നത്. തദനു, അതുമാത്രമല്ല, മമ ഹൃദി, എന്റെ ഹൃദയത്തിൽ, സപതി, എല്ലായ്പ്പോഴും, രഘുപതിരനാരതം, ഒരിക്കലും വിട്ടുമാറാതെ എന്റെ ഉള്ളിൽ സദാ ഭഗവാനുണ്ട്. ഒപ്പം തസ്യ അങ്കുലീയവുമുണ്ട് മേ ശിരസി, എന്റെ ശിരസിൽ എന്നാൽ എന്റെ കയ്യിലാകട്ടെ ആ ഭഗവാന്റെ അങ്കുലീയവുമുണ്ട്. കിമബിനഹി ഭയം, എനിക്കിനി ഒന്നും ഭയക്കാനില്ല. ഉദധി, ഈ സമുദ്രത്തെ സപതി തരിതും, പെട്ടെന്ന് തന്നെ അതിനെ കടക്കുവാൻ നിങ്ങൾ കീശപ്രവരരെ, അല്ലയോ വാനരശ്രേഷ്ഠന്മാരെ, എന്റെ ഈ യാത്രയെ ഖേദിയായതുമേ, അതിനെക്കുറിച്ചൊരു വിഷമവും വേണ്ട, ഒരാശങ്കയും വേണ്ട. ഇതി പവന തനയനുര ചെയ്ത്, വാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ വാല് ഏറ്റമുയർത്തി, അത്രയും ഉയർത്തി പരത്തി, കരങ്ങളും കൈകളൊക്കെ ഇങ്ങനെ നീട്ടിവെച്ച് അതിവിപുല ഗള തലവും ആർജവമാക്കി തന്റെ ശിരസിനെ, തന്റെ കഴുത്തിനെ നേരെ നിർത്തിയിട്ട്, നിന്നാകുഞ്ചിതാഘ്രി, ആകുഞ്ചിതം, അഘ്രി എന്നാൽ പാദം, പാദത്തെ ഒന്ന് വളച്ചു വെച്ചിട്ട് അങ്ങനെ പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ്. അങ്ങനെ ആകുഞ്ചിത അഘ്രിയായി, ഊർധ്വനയനായി, മുകളിലേക്ക് നോക്കിയ ആ കണ്ണുകളോടു കൂടിയവനായി, ദശവദനപുരിയിൽ, ആ രാവണന്റെ പുരത്തെ നിജ ഹൃദയവും ഉറപ്പിച്ചു. തന്റെ ഹൃദയം, ലക്ഷ്യസ്ഥാനം ഉറപ്പിക്കുകയാണ് അവിടെ. എന്നിട്ട് ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ, അങ്ങനെ മുകളിലേക്ക് കുതിച്ചു ചാടി. ഇതിനിടയിൽ ഹനുമാന്റെ മാർഗത്തിന് പല വിഘ്നങ്ങൾ സംഭവിക്കുകയാണ്. പതകപതിരിവ, പതകപതിയായ ഗരുഡൻ എന്ന പോലെ, പവനസുതനഥ വിഹായസ ഭാനുബിംബ ആഭയ, ഭാനുബിംബം സൂര്യബിംബത്തിന്റെ തുല്യം പ്രഭയോടുകൂടെ പോകും ദശാന്തരെ. അമര സമുദയം അനില തനയ ബലവേഗങ്ങൾ, അമര സമുദയം ദേവ സമൂഹം അനില തനയന്റെ ബലവേഗങ്ങൾ ആലോക്യ, അത് കണ്ടിട്ട് ചൊന്നാർ, പരീക്ഷണാർത്ഥം തഥാ, അവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ദേവന്മാർ തന്നെ സുരസയോട്, നാഗജനനിയായ സുരസയോട് പവനസുത സുഖഗതി മുടക്കുവാൻ, അവൻ എത്രത്തോളം ബലമുണ്ട് എന്ന് പരീക്ഷിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ സുരസയോട് അവന്റെ ഗതി മുടക്കാൻ പറഞ്ഞു. തൂർണം നടന്നിതു നാഗജനനിയും, ഉടനെ തന്നെ നാഗജനനിയായ സുരസ ആ മാർഗത്തെ ലക്ഷ്യമാക്കി പോയി. ത്വരിതം അനിലജം അതിബലങ്ങൾ അറിഞ്ഞതി, ത്വരിതം പെട്ടെന്ന് തന്നെ അനിലജന്റെ, വായുപുത്രന്റെ അതിബലങ്ങൾ അറിഞ്ഞ്, അതിസൂക്ഷ്മദൃശ എന്നാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ വരിക എന്നത് കേട്ടവൾ, ഗഗനപഥി ആകാശപഥത്തിൽ, പവനസുത ഹനുമാന്റെ ജപഗതി വേഗത്തിലുള്ള ഗതി മുടക്കുവാൻ, ഗർവേണ ചെന്നു തത്സന്നിധൗമേവിനാൾ, അവൻ വരുന്ന വഴിയിൽ പോയി നിന്നു. കഠിനതരം അലറിയവൾ അവനോടുര ചെയ്തിതു, അത്രയും കഠിനമായിട്ട് അവൾ അലറി. എന്നിട്ട് ചോദിച്ചു, കണ്ടീലയോ ഭവാൻ എന്നെ കപിവര, നീ എന്താ എന്നെ കാണുന്നില്ലേ? ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന് മാം കൽപ്പിച്ചതീശ്വരൻ, ആ ഈശ്വരൻ എനിക്ക് തന്നത് ഇതിലൂടെ പോകുന്നവരെ പിടിച്ചു തിന്നാനുള്ള ഒരു അനുവാദമാണ്, അതെനിക്ക് തന്നിട്ടുണ്ട്.
വിധിവിഹിതം അശനം, എനിക്ക് ഇന്ന് വിധിവിഹിതമായിട്ടുള്ള എൻ്റെ ഭക്ഷണം ഇഹ നൂനം അദ്യ, ഇന്ന് ത്വയാ, നിന്നാലാണ് വീര, വിശപ്പെനിക്ക് ഏറ്റമുണ്ടോർക്ക് നീ, എനിക്ക് നല്ല വിശപ്പുണ്ട്. മമ വദന കുഹരമതിൽ, എൻ്റെ ഈ വായയ്ക്കുള്ളിൽ വിരവിനോട് പൂക നീ വന്നു കയറിയാലും മറ്റൊന്നുമോർത്ത് കാലം കളയായികടോ. സരസമിതി രഭസതരം അതനു, രഭസതരം എന്നാൽ വളരെയധികം അലർച്ചയോടുകൂടെ, അതനു അത്രയും വലിയ ശരീരത്തോടുകൂടിയ, സുരസാഗിരം സുരസയുടെ ആ വാക്കിനെ സാഹസാൽ കേട്ട് അനിലാത്മജൻ പൊടുന്നനെ കേട്ട ഹനുമാൻ ചൊല്ലിനാൻ, അഹം അഖില ജഗദധിപൻ അമര ഗുരു ശാസനാൽ, ഞാൻ അഖില ജഗത്തിൻ്റെയും അധിപനായ അമരഗുരു, ദേവന്മാരുടെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ആ ഭഗവാന്റെ ശാസനാൽ ആശു സീതാന്വേഷണത്തിന് പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്ന് കണ്ട്, അദ്യവാ ഇന്നോ, ശ്വാവാ നാളെയോ വരുന്നതുമുണ്ടു ഞാൻ. അങ്ങനെ വന്നിട്ട് ജനക നരപതി ദുഹിതൃചരിതം, ജനക നരപതിയായിട്ടുള്ള ആ ജനകരാജാവിന്റെ ദുഹിതൃ മകളുടെ ചരിതം എവിടെയുണ്ട്, എന്താണ് വിശേഷം, ഇതൊക്കെ അഖിലം എല്ലാം ദ്രുതം ചെന്ന് പെട്ടെന്ന് ചെന്ന് രഘുപതിയോട് അറിയിച്ച് ഞാൻ പിന്നീട് തിരിച്ചു വന്നിട്ട് തവ വദന കുഹരം, എന്നിട്ട് നിന്റെ വായയിലേക്ക് അതിൽ അപകത ഭയാകുലം, നിന്റെ വായയിലേക്ക് ഒരു ഭയവുമില്ലാതെ, അപകടം എന്നാൽ ഇല്ലാത്ത, ഭയമില്ലാത്ത ഞാൻ നിന്റെ വായയിലേക്ക് വരുന്നതാണ് തീർച്ച. താല്പര്യം ഉൾക്കൊണ്ടു വന്നു ബുക്കിയിടുവൻ, ഞാൻ സ്വയമേവ താല്പര്യമെടുത്ത് വന്ന് നിനക്ക് ഭക്ഷണമാകാം. അനൃതം അകതളിരിൽ ഒരു പൊഴുതും അറിവിയില്ല. അനൃതം എന്നാൽ ഞാൻ കളവ്, എൻ്റെ അകതളിരിൽ ഒരു പൊഴുതും അറിവിയില്ല. ഞാൻ അങ്ങനെ കളവ് പറയുന്ന ആളല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിരിക്കും. അഹമാശു, ഞാൻ ഇന്ന് എനിക്ക് തിരക്കുണ്ട്, മാർഗം ദേഹി, എനിക്ക് പോകാനുള്ള വഴി തരൂ ദേവി. ദേവി എന്നാണ് വിളിക്കുന്നത്. നമോസ്തുതേ. അപ്പോൾ തദനു കപികുല വരനോട് അവളും ഉര ചെയ്തിതു. സുരസ ഇപ്രകാരം പറഞ്ഞു, ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ, നീ പോയി വരുന്നത് വരെ ക്ഷമിച്ചിരിക്കാൻ എനിക്കിപ്പോൾ വിശന്നിട്ട് വയ്യ. അതാണ്, എനിക്ക് ദാഹവും വിശപ്പും പൊറുക്കാൻ വയ്യ. മനസി തവ സുദൃഢം ഇതി യതി സപതി സാദരം വാ പിളർന്നീട്. അപ്പോൾ ഹനുമാൻ പറയുകയാണ്, മനസി തവ മനസി, നിങ്ങളുടെ മനസ്സിൽ സുദൃഢം, അത്ര ഉറപ്പാണോ ഇപ്പോൾ തന്നെ എന്നെ കഴിക്കണമെന്ന്, എന്നെ ഭക്ഷിക്കണമെന്ന്? യതി, അങ്ങനെയാണെങ്കിൽ സപതി, പെട്ടെന്ന് സാദരം വാ പിളർന്നിടും, എന്നാ പിന്നെ ശരി, വാ പിളർക്ക്, ഞാനിതാ വരാം എന്ന് മാരുതി ചൊല്ലിനാൻ. അങ്ങനെ അതിവിപുലം ഉടലും ഒരു യോജനായാമം, ഒരു യോജന വലുപ്പത്തിൽ ഹനുമാൻ ആക്കിയിട്ട് ആശുക നന്ദനൻ, ആശുകൻ വായുവിന്റെ മകൻ നിന്നത് കണ്ടവൾ സുരസ. ഹനുമാൻ ഒരു യോജന വലുപ്പത്തിലായപ്പോൾ അതിലധികതര വദന വിവരം, തന്റെ വായയുടെ ആ ഒരു ദ്വാരം അതിലും അധികമാക്കി, വിവരമോട് അനാകുലം അദ്ഭുതമായി 5 യോജന വിസ്തൃതം. 5 യോജന വിസ്തൃതമായി സുരസ മാറിയപ്പോൾ പവനതനയനും അതിന് ജഡിതി ദശയോജനാപരിമിതി 10 മാറി. കലർന്നു കാണായോർ അനന്തരം നിജ മനസി ഗുരുകുതുകം, വളരെ കൗതുകമായി സുരസയ്ക്ക്. അങ്ങനെയുള്ള കൗതുകത്തോടെ സുരസയും തഥാ നിന്നാൾ 20 യോജന വായുമായിട്ട്, വായ 20 യോജന തുറന്നു. മുഖകുഹരം അതിവിപുലം ഇതി കരുതി മാരുതി, ആ മുഖകുഹരം വളരെ വലുപ്പമാണ് എന്ന് കണ്ട മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലം ഇതയം അമലന് അരുത്. അലമലം എന്നാൽ മതി, ഇവന്, ഈ ഹനുമാന്, അമലന് എന്നാൽ ഈ ശുദ്ധാത്മാവിന്, അരുതു ജയം, ഇവന് ജയം ഉണ്ടാവാൻ പാടില്ല എന്ന്, ആർക്കും ഒരു ജയം ഉണ്ടാവരുത് എന്ന് 50 യോജന വാ പിളർന്നിടിനാൾ. അങ്ങനെ മത്സരമായി രണ്ടുപേരും.
അതു പൊഴുതു. അപ്പോൾ പവനസുതൻ അതികൃശ ശരീരനായി, തന്റെ ശരീരത്തെ പെട്ടെന്നങ്ങ് ചെറുതാക്കി. എന്നിട്ട് അങ്കുഷ്ഠതുല്യനായി, ഒരു പെരുവിരലിന്റെ അത്രയും വലുപ്പത്തിൽ ഉൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരം, അവനും ഉരുതര തപോബലാൽ, ഉരുതരം അത്രയധികം തപസ്സിന്റെ ബലമുള്ള ആ ഹനുമാൻ ആ ചെറിയ ശരീരത്തോടുകൂടെ സുരസയുടെ വായയിൽ കടന്ന് തത്ര പുറപ്പെട്ട് ചൊല്ലിനാൻ. തിരിച്ചു വന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ശൃണു സുമുഖി സുരസുഖ പരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ആ ദേവിയെ സ്തുതിക്കുകയാണ്. ശരണമിഹ ചരണ സരസിജ യുഗളമേവത്തെ, അങ്ങയുടെ ആ പാതാരവിന്ദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചനം, വാനരന്മാരിൽ ശ്രേഷ്ഠനായ ഹനുമാന്റെ വാക്കുകൾ നിശമന ദശാന്തരേ, നിശമനം കേൾക്കുക. കേട്ട സമയത്ത് പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. സുരസയ്ക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചിരിച്ചുകൊണ്ട് സുരസ പറഞ്ഞു, വരിക തവ ജയം അതിസുഖേന, നിനക്ക് അതിസുഖമായിട്ട് വളരെ എളുപ്പം നിനക്ക് സുഖം വരും. സുഖം എന്നാൽ നീ ഇപ്പോൾ എന്ത് കാര്യത്തിനാണോ പോകുന്നത് അത് നിനക്ക് സുഖമായി ചെയ്തു വരാൻ സാധിക്കും. പോയി ചെന്ന് നീ വല്ലഭാ വൃത്താന്തം ഉള്ളവണ്ണം മുതാ രഘുപതിയോട് അഖിലമറിയിക്ക. അങ്ങനെ ആ രഘുപതിക്ക് തൽകോപേന, രഘുപതിക്കുണ്ടാകുന്ന കോപാവേശത്താൽ രക്ഷോഗണത്തെയും ഒക്കെ ഒടുക്കണം. ഇനി സുരസ എന്തിനാണ് വന്നത് എന്നുകൂടെ പറയുകയാണ്. അറിവതിന് തവ ബല വിവേക വേഗാദികൾ, അങ്ങയുടെ വിവേകവും ആ ഒരു ബലവും വേഗത്തെയൊക്കെ പരീക്ഷിക്കാൻ ആതിഥേയന്മാർ അയച്ചു വന്നേനഹം, ദേവന്മാർ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നിജചരിതമഖിലം അവനോടറിയിച്ചു പോയി. അങ്ങനെ താൻ എന്തിനു വന്നു എന്ന തന്റെ ചരിതമൊക്കെ ഹനുമാനോട് അറിയിച്ചിട്ട് പോയി നിർജ്ജര ലോകം, ദേവലോകത്തിലേക്ക് തന്നെ ഗമിച്ചാൽ സുരസയും. സുരസ തിരിച്ചുപോയി. പവനസുതൻ അഥ ഗഗനപഥി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതെ, സമുദ്രത്തിന് മീതെ ഗമിക്കുമ്പോൾ ജലനിധിയും സമുദ്രം അചലവരനോട്, പർവ്വതശ്രേഷ്ഠനായ മൈനാകത്തോട് ചൊല്ലിയിടിനാൾ, ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ. ഹനുമാൻ വരുന്നുണ്ട്, അവന് ക്ഷീണം തീർക്കാൻ, അത് കഴിഞ്ഞ് അവനെ സത്കരിക്കണം എന്നൊക്കെ പറഞ്ഞു. സഗര നരപതി തനയരെന്നെ വളർക്കയാൽ. അപ്പോൾ സാഗരം ഈ മൈനാകത്തോട് പറയുകയാണ്, സഗരൻ എന്ന രാജാവിന്റെ, സഗര നരപതി, ആ രാജാവിന്റെ തനയർ മക്കളാണ് എന്നെ ഇങ്ങനെ വിസ്താരമാക്കിയത്. കാരണം സഗര രാജാവ് അശ്വമേധയാഗം നടത്തിയപ്പോൾ ഇന്ദ്രൻ അശ്വത്തെ കട്ടുകൊണ്ടുപോയി. ആ അശ്വത്തെ തേടി സഗരപുത്രന്മാർ വന്ന് പാതാളത്തെയും കുഴിച്ചു. അങ്ങനെയാണ് സമുദ്രത്തിന് ഇത്രയും വിസ്താരം വന്നത്. അതാണ് പറഞ്ഞത്, സഗരപുത്രന്മാരാണ് എനിക്ക് ഇത്രയും വിസ്താരം തന്നത്. അങ്ങനെ സഗരപുത്രന്മാർ വിസ്താരം തന്നതിനാലാണ് എനിക്ക് സാഗരമെന്ന് പേര് വന്നത്. അങ്ങനെ ചൊല്ലുന്നിതെല്ലാവരും. തത് അഭിജന ഭവൻ, ആ കുലത്തിൽ ജനിച്ചവനാണ് രാമൻ തിരുവടി. തസ്യ കാര്യാർത്ഥമായി, സൂര്യവംശത്തിലാണ് സഗരനും, പിന്നീടുള്ള അതേ വംശത്തിലാണ് ശ്രീരാമചന്ദ്രനും. അപ്പൊ അതേ വംശത്തിൽ ജനിച്ച രാമൻ തിരുവടിയുടെ തസ്യ കാര്യാർത്ഥമായി ഭഗവാന്റെ ദൂതുമായിട്ടാണ് പോകുന്നതും ഇവൻ. ഇടയിൽ ഒരു പതനം അവനില്ല, അവൻ എവിടെയും വിശ്രമിക്കില്ല. അതുകൊണ്ട് തത്കാരണാൽ ഇച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം. അതുകൊണ്ട് മൈനാകത്തോട് പറയുകയാണ്, നീ സ്വയം പൊങ്ങിയിട്ട് അവൻ വരുന്ന വഴിയിൽ നിന്ന് അവനെ തടഞ്ഞ് നിർത്തിയിട്ട് വിശ്രമിച്ചു പോകാമെന്ന് പറയണം. മണി കനകമയൻ അമലനായ മൈനാകവും, കനകമയനാണ്, സ്വർണവർണ്ണമാണ് മൈനാകത്തിന്. അങ്ങനെ അമലനായ പരിശുദ്ധനായ മൈനാകവും മാനുഷവേഷം ധരിച്ച് ചൊല്ലിയിടിനാൻ. ഹനുമാനോട് പറയുകയാണ്, ഹിമശിഖരി തനയൻ അഹം അറിക കപിവീര. ഹിമശിഖരി, ഹിമവാന്റെ മകനാണ് ഞാൻ. കപിവീര, നീ എന്മേലിരുന്ന് തളർച്ചയും തീർക്കടോ. സലിലനിധി സരഭസം അയക്കയാൽ, എന്നെ വളരെ പെട്ടെന്ന് ആ സമുദ്രം തന്നെയാണ് ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് വന്നു ഞാൻ, അതുകൊണ്ടാണ് ഞാൻ വന്നത്.
നീ സാദവും ക്ഷീണവും ദാഹവും തീർത്ത് പൊയ്ക്കൊള്ളുകടോ. അമൃത സമ ജലവും, അമൃതത്തിന് തുല്യമായ അത്രയും രസമുള്ള ജലവും അതിമധുര മധുപൂരവും ആർദ്ര പക്വങ്ങളും നല്ല തേനും ആർദ്രമായ പഴുത്ത് പാകമായ പഴങ്ങളുമൊക്കെ ഭക്ഷിച്ചുകൊള്ളുക നീ. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അലമലം, ഇതരുതരുത്, പാടില്ല പാടില്ല, മതി മതി. രാമകാര്യാർത്ഥമായി ആശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ, ഒരു സ്ഥലത്തും ഒരു നിമിഷം പോലും തങ്ങാൻ പാടില്ല. പെരുവഴിയിൽ അശന ശയനങ്ങൾ, വിശപ്പ് മാറ്റാനോ ഉറക്കം ക്ഷീണം മാറ്റാനോ അത് ചെയ്യുന്നതും പേർത്ത് മറ്റൊന്നു ഭാവിക്കുകയെന്നുള്ളതും അത് ചെയ്യാമെന്ന് ചിന്തിക്കുന്നത് പോലും അനുചിതം, ഇതറിയുക. രഘുകുല തിലക കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. ഭഗവാന്റെ കാര്യം തീർത്ത് കഴിഞ്ഞിട്ടല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കുകയില്ല. വിഗത ഭയം, ഒരു ഭയവുമില്ലാതെ ഇനി വിരവോടിന്നു ഞാൻ പോകുന്നു, ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം. അങ്ങനെ സൽക്കരിച്ചതായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം, വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഭഗവാന്റെ കാര്യമാണ് ആദ്യം. പവനസുതൻ ഇവയും ഉര ചെയ്ത് തൻ കൈകളാൽ, തന്റെ കൈകൊണ്ട് ഹനുമാൻ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. ഇങ്ങനെ തലോടി ആശ്വസിപ്പിക്കുകയാണ്. പുനരവനും അനില സമം ഉഴറി നടകൊണ്ടിതു, വായുവേഗത്തിൽ വീണ്ടും മുകളിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ, ലങ്കാനഗരം നോക്കി സംഭ്രമാത്, വളരെ വേഗത്തിൽ നടകൊണ്ടിതു. തദനു, അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ജലനിധിയിൽ, ആ സമുദ്രത്തിൽ അതിഗഭീരദേശാലയെ, ആഴത്തിലുള്ള ഒരു ദേശത്തിൽ വസിക്കുന്ന സന്തതം വാണെഴും ഛായാഗ്രഹിണി, അങ്ങനെയൊരു രാക്ഷസി, സരിതധിപൻ ഉപരി, സരിതധിപനായ സമുദ്രത്തിന്റെ മുകളിൽ പരിചൊടു പോകുന്നവൻ തൻ നിഴൽ, ഹനുമാന്റെ നിഴൽ ആശു പിടിച്ചു നിർത്തിയിടിനാൾ. അത് പൊഴുതു, അത് കണ്ടിട്ട് മമഗതി മുടക്കിയതാര് എന്ന് ഇത് അന്തരാ പാർത്ത് കീഴ്പോട്ട് നോക്കിയിടിനാൻ. ഹനുമാൻ താഴോട്ട് നോക്കി, ഇതാരാണ് എന്റെ ആ ഒരു ഗതി തടഞ്ഞത്, എന്റെ വേഗത്തെ തടഞ്ഞത് ആരാണ്? അതിവിപുലതര ഭയകരാംഗിയെ, ഭയങ്കരമായ ശരീരത്തോടുകൂടിയ ആ സ്ത്രീയെ കണ്ടളവ് അംഘ്രിപാതേന, തന്റെ ചവിട്ടുകൊണ്ട് കൊന്നിടിനാൻ തൽക്ഷണേ, ഒറ്റ ചവിട്ടിന് അവളെ കൊന്നു. നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം, അവളുടെ പേരാണ് സിംഹിക. അവളെ കൊന്നതിന് ശേഷം ദശവദനപുരിയിൽ, ദശവദനന്റെ ആ ലങ്കാപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണദിക്ക് നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസി രവിയും, ചരമഗിരി പശ്ചിമഘട്ടത്തിൽ രവി, സൂര്യൻ പ്രവേശിച്ചിതു എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ച ആ സമയത്ത് ചാരു ലങ്കാ ഗോപുരാഗ്രേ കപീന്ദ്രനും ദശവദന നഗരം അതിവിമല വിപുല സ്ഥലം. ആ ലങ്കാ നഗരം വളരെ വിപുലമാണ്, വിമലമാണ്, നല്ല പരിശുദ്ധമായ, നല്ല അത്രയും വൃത്തിയും വെടിപ്പുമുള്ള അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ദക്ഷിണവാരിധി മധ്യേ, ആ സമുദ്രത്തിന്റെ മധ്യത്തിലായിട്ട് മനോഹരമായ ബഹുല ഫല കുസുമ ദലയുത വിടപി, വളരെയധികം ഫലങ്ങളുള്ള, പഴങ്ങളുള്ള, കുസുമങ്ങളുള്ള ദലം, നല്ല ഇലകളും പൂക്കളും ഒക്കെയുള്ള യുതം, അതിനോട് ചേർന്ന വിടപി, അത്രയും മരങ്ങളുള്ള വിടപി സങ്കുലം, അതിനോടൊക്കെ ചേർന്ന വല്ലീകുലാവൃതം, നല്ല വള്ളിച്ചെടികളൊക്കെയുള്ള, പക്ഷിമൃഗാന്വിതം, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ആ ഒരു ശബ്ദായമാനമായിട്ടുള്ള മണികനകമയം, സ്വർണം പൂശിയ അമരപുര സദൃശം, ദേവലോകത്തിന് തുല്യമായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ, മണിമാളികകളുള്ള അംബുധി മധ്യേ, ആ സമുദ്രമധ്യത്തിൽ ത്രികൂടാചല ഉപരി, ത്രികൂടപർവ്വതത്തിന്റെ മുകളിലായിട്ട് മാരുതി കമലമകൾ ചരിതം അറിവതിന്, സീതാദേവിയുടെ വിശേഷം അറിയാൻ വേണ്ടി ചെന്നൻപൊടു കണ്ടിതു ലങ്കാനഗരം നിരുപമം. ഇതിനോട് ഉപമിക്കാൻ വേറൊന്നില്ല, അത്രയും സുന്ദരമായ നഗരമാണ് ലങ്കാനഗരം. കനക വിരചിതം, അതിൽ
സ്വർണമയമായിട്ടുള്ളതാണ് എല്ലായിടത്തും. അവിടെ കെട്ടിടങ്ങൾ, മാളികകൾ എല്ലാം. അവിടെ പലതരത്തിലുള്ള കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്ന്, അതുകൊണ്ട് അതിനെ മറികടന്ന് കൊട്ടാരത്തിലെത്താൻ വളരെ പണിയെന്ന് മനസ്സിൽ ഇങ്ങനെ പരവശതയോട് ഏതു വഴിയാ ഒന്ന് കടക്കുക എന്നിങ്ങനെ ആശങ്കയോടുകൂടെ ജഡിതി പല വഴി നിരൂപിച്ചു. പല മാർഗങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ, ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തനിക്കൊരു വഴി കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. നിശി തമസി, ആ രാത്രിയിൽ ഇരുട്ടത്ത്, നിശിചരപുരേ, ആ നിശിചരനായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള രാവണന്റെ നഗരത്തിൽ കൃഷരൂപനായി ചെറിയ രൂപത്തിൽ നിർജ്ജനദേശേ, ആരുമില്ലാത്തൊരു ദേശം നോക്കിയിട്ട് അവിടുന്ന് കടപ്പൻ എന്നോർത്തവൻ, അതിലൂടെ കടക്കാം എന്ന് ഓർത്ത് നിജ മനസ്സി, തന്റെ മനസ്സിൽ നിശിചര കുല അരിയേ, നിശിചരന്മാരുടെ കുലത്തിന് നാശം വരുത്താൻ വേണ്ടി ജനിച്ച ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ച് നിർജ്ജരവൈരിപുരം ഗമിച്ചിടിനാൻ. നിർജ്ജരന്മാർ ദേവന്മാരുടെ വൈരി, ശത്രുക്കളായിട്ടുള്ള ആ രാക്ഷസന്മാരുടെ പുരത്തിലേക്ക് ഗമിച്ചിടിനാൻ ഹനുമാൻ. ഓം ശ്രീരാമചന്ദ്രായ നമഃ.